ഇനി നമുക്ക് നല്ലൊരു പൊരിച്ച കോഴിക്കറി റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡാക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ചെറിയുള്ളി എന്നിവ ആഡാക്കി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പും കൂടെ ചേർക്കണം. അതിനുശേഷം കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി കൂടെ ആഡാക്കുക. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ലൈറ്റ് ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് പൊടികൾ ആഡാക്കാം. ഞാനിവിടെ ആഡാക്കുന്നത് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡാക്കി പച്ചമണം മാറുന്നവരെ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം. പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വന്നതിന് ശേഷം ഗ്രേവിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡാക്കി. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡാക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ആഡാക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തേക്കുന്നത്. അത് കുറച്ചുകൂടി ടൈം ലാഭിക്കാൻ പറ്റും. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തേക്കുന്നത്. വേറെ മസാലാസ് ഒന്നും ആഡാക്കിയിട്ടില്ല. എന്നിട്ട് ചിക്കൻ ഇതിലിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റി വെള്ളം പോരായായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആഡാക്കാം. ഇനി കോമ്പിനേഷനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നല്ല മൊരിഞ്ഞ പൂരിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് കോമ്പിനേഷനും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഹെവി ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.